അതിന്റെ അവസാന പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ദജ്ജാൽ എന്ന മഹാവ്യാധിയുടെ അന്ത്യത്തിനു ശേഷം ലോകം ഇതുവരെ കാണാത്തൊരു സുവർണകാലത്തിലേക്ക് കണ്ണു തുറക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമി ഒരു സ്വർഗതുല്യമായ വസന്തമായി മാറുന്നു. പ്രകൃതി അതിന്റെ സകല സമൃദ്ധിയും പുറത്തെടുക്കുന്നു. വന്യമൃഗങ്ങൾ പോലും ഇണങ്ങുന്ന ഹിംസയും പകയുമില്ലാത്ത നാളുകൾ. എന്നാൽ ഈ ശാന്തതയ്ക്കിടയിൽ ലോകം ശ്രദ്ധിക്കാതെ പോയ ചില മാറ്റങ്ങൾ തുടങ്ങുകയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, പക്ഷേ എല്ലാം മാറിക്കൊണ്ടിരുന്നു. ആളുകൾക്ക് വിവരിക്കാനാവാത്ത ഒരുതരം അസ്വസ്ഥത, അണീസിലസ് അനുഭവപ്പെട്ടു തുടങ്ങി. പുറത്തെല്ലാം സാധാരണമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ വലിയൊരു വിപത്തു വരാനിരിക്കുന്നു എന്ന ഭീതി എല്ലാവരിലും പടർന്നു. ഇതിനിടയിലാണ് ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചമായിരുന്ന പണ്ഡിതന്മാർ ഓരോരുത്തരായി വിടവാങ്ങുന്നത്. ഇത് വെറുമൊരു മരണമായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് സത്യം പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പണ്ഡിതൻ വിടവാങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലെ സത്യവും അറിവും അപ്രത്യക്ഷമായി. ചോദ്യങ്ങൾക്കുത്തരം നൽകാൻ ആരുമില്ലാത്ത, വഴിതെറ്റിക്കുന്നവർ മാത്രം ബാക്കിയാകുന്ന ഒരു ശൂന്യതയിലേക്ക് ലോകം നീങ്ങി. നിങ്ങളിപ്പോൾ മനോഹരമായൊരു തോട്ടത്തിൽ നിൽക്കുകയാണ്. സമൃദ്ധമായ പഴങ്ങളും ശാന്തമായ കാറ്റുമുണ്ട്. പക്ഷെ നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു. എന്താണ് ഈ അസ്വസ്ഥത? പുറത്തു നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്, പക്ഷെ എന്തോ തെറ്റായി സംഭവിക്കുന്നുണ്ട്. ഇന്ന് പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ വലിയ ഉസ്താദും വഫാത്തായെന്ന് കേട്ടു. അറിവുള്ളവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സത്യമേതാണ് കള്ളമേതാണെന്ന് പറഞ്ഞുതരാൻ പോലും ആരുമില്ല. ലോകം പതുക്കെ ഇരുളിലേക്ക് മറയുകയാണോ? ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നുമ്പോഴും ഉള്ളിലെല്ലാം മാറിമറിയുന്നു. അല്ലാഹു നിശ്ചയിച്ച ആ നിശ്ചിത കാലയളവ് കഴിഞ്ഞതോടെ മഹാനായ പ്രവാചകൻ ഈസബ്നു മറിയം അലൈഹിസ്സലാം വഫാത്തായിരിക്കുന്നു. ചില നിവേദനങ്ങളിൽ പറയുന്നതുപോലെ മദീനയുടെ മണ്ണിൽ അദ്ദേഹം അടക്കം ചെയ്യപ്പെടുന്നതോടെ ആ സുവർണ വസന്തത്തിന് തിരശീല വീഴുന്നു. സമയം ചുരുങ്ങുന്ന തഖാറുബുസ് സമാൻ പെട്ടെന്ന് ലോകത്തെ വിഴുങ്ങുന്നു. വർഷങ്ങൾ ആഴ്ചകളെപ്പോലെയും മണിക്കൂറുകൾ നിമിഷങ്ങളെപ്പോലെയും പാഞ്ഞുപോകുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് സമയം വഴുതി പോകുന്നത് നിങ്ങൾ പരിഭ്രാന്തിയോടെ കണ്ടു. ശാന്തത അവസാനിച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് പ്രപഞ്ചം വിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. സമയം പാഞ്ഞു തീരുമ്പോൾ തിന്മകൾ ഭൂമിയിൽ വീണ്ടും തലപൊക്കുന്നു. സത്യം പൂർണ്ണമായും മങ്ങിക്കഴിഞ്ഞു. മനുഷ്യർക്കിനി എന്ത് സംഭവിക്കുമെന്നറിയാത്ത പരിഭ്രാന്തി. ഒരു രാത്രി അത് നീണ്ടുപോകുകയാണ്. ഒരു സാധാരണ ദിവസത്തെ പോലെ ആളുകൾ പ്രഭാതം കാത്തുനിന്നു. പക്ഷെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ഫോണുകളിലേക്കും ക്ലോക്കുകളിലേക്കും നോക്കുന്നു. സമയം 8 മണി, 9 മണി. എന്നിക്കും പുറത്ത് ശ്വാസം മുട്ടിക്കുന്ന അന്ധകാരം. നക്ഷത്രങ്ങൾ പോലും ഭയം നൊളിച്ചതുപോലെ. ലോകം മുഴുവൻ ഒരു അജ്ഞാത ഭയത്തിൽ വീർപ്പുമുട്ടി നിന്നു. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറൻ ജനാലയ്ക്കൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു നിശബ്ദത. കാറ്റുപോലും വീശുന്നില്ല. ഭൂമി അതിന്റെ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്നത് പോലെ. എന്താണ് ഈ നിശബ്ദത? ലോകം അവസാനിച്ചോ? അല്ലാഹുവേ, ആ വെളിച്ചം! പെട്ടെന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു മങ്ങിയ വിചിത്രമായ വെളിച്ചം പടരുന്നത് നിങ്ങൾ കണ്ടു. അത് സാധാരണ സൂര്യപ്രകാശമല്ല, അത് ഭൂമിയുടെ അവസാനത്തിന്റെ നിറമായിരുന്നു. അതാ, പ്രപഞ്ച നിയമങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്നുയർന്നു വരുന്നത് ലോകം കണ്ടു. അത് കണ്ട് പാപികളും നിഷേധികളും നിലവിളിച്ചുകൊണ്ട് സുജൂദിൽ വീഴുന്നത് നിങ്ങൾ കണ്ടു. അവർ പശ്ചാത്താപത്തിന്റെ വാക്കുകൾ ഉരുവിടുന്നു. അവർ കരയുന്നു. പക്ഷേ ആകാശത്ത് നിന്ന് ആ ഭീകര പ്രഖ്യാപനം മുഴങ്ങുന്നു: ഇനി പശ്ചാത്താപമില്ല. ശതകോടിക്കണക്കിന് വർഷങ്ങളായി തുറന്നുകിടന്ന തൗബയുടെ വാതിൽ നിങ്ങളുടെ കൺമുന്നിൽ എന്നേക്കുമായി അടഞ്ഞുപോയിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചു. നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു, സമയം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഇതിലും ഭീകരമായൊന്ന് ഭൂമിക്കടിയിൽ നിന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട്. സൂര്യോദയത്തിന് പിന്നാലെ മക്കയിലെ സഫാ മലയ്ക്ക് സമീപം ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. അവിടെ നിന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന ദാവത്തുൽ അർദ് പുറത്തുവരുന്നു. ഇത് മനുഷ്യർക്കുള്ള അവസാന മുന്നറിയിപ്പായി അല്ലാഹുവിന്റെ അടയാളമാണ്. അതിന്റെ ഒരു കൈയിൽ മൂസാ നബിയുടെ വടിയും മറുകൈയിൽ സുലൈമാൻ നബിയുടെ മുദ്രമോതിരവുമുണ്ട്. ആ ജീവി ജനക്കൂട്ടത്തിനിടയിലൂടെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു.
അത് വിശ്വാസിയുടെ നെറ്റിയിൽ വടികൊണ്ട് തൊടുമ്പോൾ അവരുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. എന്നാൽ അവിശ്വാസിയുടെ മൂക്കിൽ മോതിരം കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ അവരുടെ മുഖം കരിക്കട്ട പോലെ കറുക്കുന്നു. ചന്തകളിലും വീടുകളിലും മനുഷ്യർ പരസ്പരം വിളിക്കുന്നത് ഹേ വിശ്വാസി, ഹേ അവിശ്വാസി എന്നായി മാറുന്നു. കാപട്യത്തിന്റെ മറ നീക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു പിന്നാലെ ആകാശത്തു നിന്ന് ദുഃഖാൻ അഥവാ പുക ഇറങ്ങിവന്ന് ലോകത്തെ മൂടുന്നു. സാങ്കേതിക വിദ്യകൾക്കൊന്നും ഇതിനെ തടയാൻ കഴിയില്ല. ആ ജീവി നിങ്ങളുടെ മുന്നിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോകുന്നത് നിങ്ങൾ ശ്വാസമടക്കി നോക്കി നിൽക്കുന്നു. വിശ്വാസികളുടെ മുഖം പ്രകാശിക്കുമ്പോൾ സത്യനിഷേധികളുടെ മുഖം കരിക്കട്ട പോലെ കറുക്കുന്നു. ആ മുഖങ്ങൾ നോക്കൂ. എന്റെ സുഹൃത്ത്, അവന്റെ മുഖം ഇരുണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എന്റെ പദവികളോ സ്വാധീനമോ ഈ കറുത്ത അടയാളത്തെ മായ്ക്കാൻ കഴിയില്ല. കുടുംബങ്ങൾ ചിന്നിച്ചിതറുന്നു. പക്ഷേ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിഭാഗത്തിന് മാത്രം അല്ലാഹു ഒരു രഹസ്യ വഴിയൊരുക്കിയിട്ടുണ്ട്. ഭൂമിയിലെ ഭീകരതകൾ അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തന്റെ വിശ്വാസികൾക്ക് ആ മഹാവിനാശം കാണേണ്ടി വരരുത് എന്ന് കാരുണ്യവാനായ അല്ലാഹു നിശ്ചയിക്കുന്നു. ശ്വാസം മുട്ടിക്കുന്ന പുകയ്ക്കും അലർച്ചകൾക്കുമിടയിലേക്ക് യമനിന്റെ ഭാഗത്തുനിന്ന് ഒരു കാറ്റ് വീശി തുടങ്ങുന്നു. കസ്തൂരിയുടെ സുഗന്ധമുള്ള സ്വർഗീയമായ ഒരു മൃദുവായ കാറ്റ്. ഇത് വെറുമൊരു കാറ്റല്ല, തന്റെ പ്രിയപ്പെട്ട അടിമകളെ ചേർത്തണയ്ക്കാൻ പടച്ചതമ്പുരാൻ അയക്കുന്ന കാരുണ്യത്തിന്റെ തഴുകലാണ്. ഹൃദയത്തിൽ കടുകുമണിയോളം ഈമാനുള്ള ഓരോ സത്യവിശ്വാസിയെയും ആ കാറ്റ് സ്പർശിക്കുന്നു. പട്ടുതുണി പോലെ മൃദുവായ ആ സ്പർശനമേൽക്കുന്നതോടെ അവരുടെ എല്ലാ വേദനകളും ലോകത്തോടുള്ള ഭയവും മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു. അവർ സമാധാനത്തോടെ കണ്ണടയ്ക്കുന്നു. ഒരു മധുര സ്വപ്നത്തിലേക്കെന്ന പോലെ അവർ ശാന്തമായി ഉറങ്ങുന്നു. ആ മൃദുവായ കാറ്റ് നിങ്ങളുടെ ശരീരത്തെ പട്ടുപോലെ തഴുകുന്നു. ആ സുഗന്ധം നിങ്ങളുടെ ഉള്ളിലേക്ക് പടരുന്നു. എന്തൊരു സമാധാനം! ഈ സുഗന്ധം സ്വർഗത്തിൻ്റേതാണോ?